ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർലമെൻറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ചെയ്യുന്നത്. അതായത് ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ, സ്പീക്കർ എന്ന് പറഞ്ഞ ആ ഒരു ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ട്. ഇന്നലെ നമ്മൾ ബിഗിൻ ചെയ്ത ആർട്ടിക്കിൾ 88 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആർട്ടിക്കിൾ 88 വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇന്ന് നമ്മൾ ആർട്ടിക്കിൾ 89 മുതൽ വരുന്ന അതാണ് നോക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ തുടങ്ങിയത് ആർട്ടിക്കിൾ 79 പാർലമെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. ലോക്സഭ, രാജ്യസഭ, കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ എത്ര ആൾക്കാർ ഏതൊക്കെ രീതിയിലാണ് വരുന്നത്, നമ്പറെല്ലാം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊളിറ്റി ഒരു സീരീസ് ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ സീരീസിൻ്റെ ഇന്ന് നമ്മൾ അടുത്ത ടോപ്പിക് ഇതാണ്. അപ്പോൾ നമുക്ക് ചെയർമാൻ നോക്കാം. ഫസ്റ്റ് തന്നെ ചെയർമാൻ ഓർ ഡെപ്യൂട്ടി ചെയർമാനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിപ്പോൾ നേരത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യം എടുക്കുകയാണെങ്കിൽ, ആർട്ടിക്കിൾ 79 പാർലമെൻറ്റ് പറഞ്ഞു. ആർട്ടിക്കിൾ 80, 81 ഈ ആർട്ടിക്കിൾ 80 എന്താണ്? രാജ്യസഭയാണ്. ആർട്ടിക്കിൾ 81 ലോക്സഭയാണ്, നമുക്കറിയാം. അതേപോലെ തന്നെ ഇവിടെയും വരുന്നത് ആർട്ടിക്കിൾ 81 രാജ്യസഭ, ലോക്സഭ എന്ന് പറഞ്ഞു. ഇവിടെ അതേപോലെ തന്നെ അതേ ഓർഡറിലാണ് വരുന്നത്. അതായത് ഇന്ന് നമ്മൾ 88 നിർത്തിക്കഴിഞ്ഞാൽ 89 വരുന്നത് ഫസ്റ്റ് വരുന്നത് എപ്പോഴും രാജ്യസഭയാകും. ചെയർമാനാണ് വരുന്നത്. ഓക്കെ, ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ. അപ്പോൾ നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 89 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 88 പറഞ്ഞത് എല്ലാ മിനിസ്റ്ററിനെയും റൈറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. ആർട്ടിക്കിൾ 89 പറയുന്നത് ചെയർമാൻ ആൻഡ് ഡെപ്യൂട്ടി ചെയർമാൻ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭയിലെ ചെയർമാനും ഡെപ്യൂട്ടി ചെയർമാനെയും കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ലോക്സഭയിലാണെങ്കിൽ സ്പീക്കർ എന്നാണ് പറയുക, ഇവിടെ ചെയർമാൻ എന്നാണ് പറയുക. അത്ര ഒരു വ്യത്യാസമേ ഉള്ളൂ. പോസ്റ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ അതിൻ്റെ ഏറ്റവും ഹെഡിൽ അവിടെ ഇരിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇവരോടാണ് സംസാരിക്കുക. ഓക്കെ, അതാണ് ചെയർമാൻ എന്ന് പറഞ്ഞ പോസ്റ്റ്. ഓക്കെ, ആ ചെയർമാൻ ഓർ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. ആരാണ് ചെയർമാൻ ആകുക രാജ്യസഭേൻ്റെ? നമുക്കറിയാം, വൈസ് പ്രസിഡൻ്റ് ആണ്. ഇന്ത്യക്ക് ഒരു പ്രസിഡൻ്റ് ഉണ്ട്, അതുപോലെ വൈസ് പ്രസിഡൻ്റ് ഉണ്ട്. വൈസ് പ്രസിഡൻ്റ് ആർട്ടിക്കിൾ നമ്മൾ യൂണിയൻ എക്സിക്യൂട്ടീവിൽ ഡിസ്കസ് ചെയ്തതാണ്. ചാപ്റ്റർ 1 ഓഫ് പാർട്ട് 5. ഓക്കെ, അപ്പം ആരാണ് ചെയർമാൻ ആവുക? വൈസ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആണ്. നമുക്കറിയാം, ആർട്ടിക്കിൾ ഏതാണ് വൈസ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ ആകുമെന്ന് പറയുന്നത്? 64. ഓക്കെ, 64. 63 പറയുന്നത് ദർ ഷുഡ് ബി എ വൈസ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ. 64 പറയുന്നത് വൈസ് പ്രസിഡൻറ്റ് ഷുഡ് ബി ദി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ എന്നാണ്. ഓക്കെ, അതാണ് ഇവിടെ 89 = 64 ഞാൻ എഴുതി വെച്ചത്. അതായത് ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയത്തെ ഓക്കെ, ഈ ചെയർമാൻ എന്ന് പറഞ്ഞ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്നത് വൈസ് പ്രസിഡൻ്റ് ആണ് എന്ന് ഈ 89ാമത്തെ ആർട്ടിക്കിളിൽ പരാമർശിക്കുന്നുണ്ട്. അത് 64ാമത്തെ ആർട്ടിക്കിൾ ആദ്യം വൈസ് പ്രസിഡൻ്റ് ഡ്യൂട്ടി പറഞ്ഞതാണ്. വൈസ് പ്രസിഡൻറ്റ് ഇവിടുത്തെ ചെയർമാൻ ആകണം. ഇത് നേരെ തിരിച്ച് പറഞ്ഞു. ഓക്കെ, അപ്പോൾ 89 അങ്ങനെ പറഞ്ഞു. ഡെപ്യൂട്ടി ചെയർമാൻ ഈ സെലക്റ്റഡ് ഫ്രം വൺ എമംഗ്. ഓക്കെ, ഡെപ്യൂട്ടി ചെയർമാനോ? ഈ വൈസ് പ്രസിഡൻറ്റിൻ്റെ ചെയർമാൻഷിപ്പിൽ ഒരു പ്രത്യേകത ഉണ്ട്. വൈസ് പ്രസിഡൻറ്റ് ഈ 2 ഹൗസിലെയും മെമ്പറല്ല. ഓക്കെ, 2 ഹൗസിലെയും മെമ്പറല്ല. പക്ഷേ ലോക്സഭാ സ്പീക്കറും ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ 2 ഹൗസിലെയും മെമ്പറാണ് ആവുക. പക്ഷേ വൈസ് പ്രസിഡൻറ്റ് 2 ഹൗസിലെയും മെമ്പറല്ല, പക്ഷേ അവിടുത്തെ ചെയർമാനാണ്. ഡെപ്യൂട്ടി ചെയർമാൻ അവിടുത്തെ ഒരു മെമ്പർ ആയിരിക്കും. ആ 2 ഹൗസിൽ ഏതെങ്കിലും ഒരു മെമ്പർ ആയിരിക്കും. ഇനി ആർട്ടിക്കിൾ 89 നോക്കി. ആർട്ടിക്കിൾ 90 എന്താണ്? റിമൂവൽ ഓഫ് ഡെപ്യൂട്ടി ചെയർമാൻ. ഡെപ്യൂട്ടി ചെയർമാൻ്റെ റിമൂവൽ. എങ്ങനെയാണ് റിമൂവൽ ഡെപ്യൂട്ടി ചെയർമാൻ്റെ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളെ രാജ്യസഭയിലിരിക്കുന്ന ഡെപ്യൂട്ടി ചെയർമാൻ്റെ റിമൂവലിനെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ, എന്താ? വെക്കേറ്റ് ചെയ്യുക. ഒന്ന് വെക്കേറ്റ് ആയി കിടക്കുക സീറ്റ്. പിന്നെ ഒന്ന് റിസൈൻ ചെയ്യുക. ഓക്കെ, റിസൈൻ ചെയ്യാം. വെക്കേറ്റ് ചെയ്യുക, റിസൈൻ ചെയ്യുക. റിസൈൻ ആർക്കാണ് കൊടുക്കുക? അത് എപ്പോഴും വരുന്നതാണ്, വൈസ് പ്രസിഡൻറ്റിനാണ് കൊടുക്കുക. അതായത് ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ ചെയർമാനും, ചെയർമാൻ ഡെപ്യൂട്ടി ചെയർമാനും, അങ്ങനെയാണ് റെസിഗ്നേഷൻ കൊടുക്കുക. ഞാൻ ഈ ഹോൾസിൽ നിന്ന് റിസൈൻ ചെയ്യുന്നു എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട്. അത് റെസിഗ്നേഷൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ഡെപ്യൂട്ടി ചെയർമാൻ ആർക്കാ? ചെയർമാന് കൊടുക്കുക ചെയ്യുക, പ്രസിഡൻറ്റിനല്ല. ഓക്കെ, അടുത്തത് റെസല്യൂഷൻ. അതായത് എങ്ങനെയാണ് പുറത്താക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു എഫക്റ്റീവ് മെജോറിറ്റിയിൽ ഒരു റെസല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ ആ റെസല്യൂഷനിൽ പറയും ഇവരെന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഫക്റ്റീവ് മെജോറിറ്റിയിൽ പാർലമെൻറ്റിൽ പാസ്സായി കഴിഞ്ഞാൽ, രാജ്യസഭയിൽ പാസ്സായാൽ മതി. അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ലോക്സഭയിലേക്ക് പോകും, അവിടെയും പാസ്സാവുക. ഫസ്റ്റ് രാജ്യസഭയിലാവും പാസ്സാവേണ്ടത്, കാരണം രാജ്യസഭയത്തെ ഒരാളല്ലേ റിമൂവ് ചെയ്യണം, അയാൾ റിമൂവ് ആവും. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 90 പറയുന്നത്. റിമൂവൽ ഓഫ് ഡെപ്യൂട്ടി ചെയർമാൻ ആണ് കേട്ടോ. ഈ റിമൂവൽ ഓഫ് നമ്മളുടെ രാജ്യസഭ സ്പീക്കറിൻ്റെ
അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാൻ്റെ റിമൂവൽ ആർട്ടിക്കിൾ 89 തന്നെ പറയുന്നുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 67B പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 67B ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റീസെൻ്റായിട്ട് വൈസ് പ്രസിഡൻറ്റ് ജഗദീപ് ധൻഖറിനെ രാജ്യസഭാ ചെയർമാനിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ളൊരു റെസൊല്യൂഷൻ രാജ്യസഭയിൽ നിന്ന് മൂവ് ആയിരുന്നു. പക്ഷെ അത് അപ്പം തന്നെ ഡിക്ലൈൻ ആയിപ്പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ. കാരണം വിൻ്റർ സെഷൻ തുടങ്ങാനുള്ള ടൈം വേണം. പിന്നെ 14 ഡേ നോട്ടീസ് കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 14 ഡേ നോട്ടീസ് കൊടുക്കണം. 14 ഡേ നോട്ടീസ് പ്രൈം മിനിസ്റ്ററിൻ്റെ ഇംപീച്ച്മെൻറ്റുണ്ട്, വൈസ് പ്രസിഡൻറ്റിനെ ചെയർമാൻഷിപ്പിൽ നിന്ന് പുറത്താക്കുന്നതിലുണ്ട്. പിന്നെ മണി ബില്ല് ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോകുമ്പം രാജ്യസഭ റെസ്പോണ്ട് ചെയ്യേണ്ട ഡേ. ഇതാണ് 14 ഡേൻ്റെ 3 പ്രത്യേകതകൾ കേട്ടോ. നമ്മളിതിന് മുമ്പേ ഇത് ഡിസ്കസ് ചെയ്തതാണ്. 67B ആണ് റിമൂവൽ ഓഫ് വൈസ് പ്രസിഡൻറ്റിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, വൈസ് പ്രസിഡൻറ്റ് ഫ്രം ദി ചെയർമാൻഷിപ്പ് ഓഫ് രാജ്യസഭ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് വൈസ് പ്രസിഡൻറ്റ് റിമൂവൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ആർട്ടിക്കിൾ 91 എന്താണ്? ഡെപ്യൂട്ടി ചെയർമാൻ്റെ പവർ ഓഫ് ഡെപ്യൂട്ടി ചെയർമാൻ ആണ്. ചെയർമാൻ്റെ അല്ല, ഡെപ്യൂട്ടി ചെയർമാൻ്റെ പവർ. ഈ ആർട്ടിക്കിളൊന്നും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പഠിക്കണമെന്നില്ല, അങ്ങനെ ചോദിക്കാറുമില്ല. അതായത് ഒരു എക്സാമ്പിൾ എടുക്കുക. പ്രസിഡൻറ്റ് എന്തെങ്കിലും കാരണത്താൽ രാജിവെച്ചു. പ്രസിഡൻറ്റ് രാജിവെച്ചാൽ വൈസ് പ്രസിഡൻറ്റ് പോയിട്ട് പ്രസിഡൻ്റ് ആവും. വൈസ് പ്രസിഡൻറ്റ് ഇല്ലെങ്കിൽ ആരാ പ്രസിഡൻ്റ് ആവുക? പ്രസിഡൻറ്റ് രാജിവെച്ചു അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ വൈസ് പ്രസിഡൻ്റ് ആവും. ഇഫ് വൈസ് പ്രസിഡൻറ്റ് ഈസ് ഓൾസോ നോട്ട് ദെയർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ് പ്രസിഡൻ്റ് ആവുക. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്, അത് ഈ ടോപ്പിക്കിൽ വരുന്നതല്ല. ഓക്കെ, പ്രസിഡൻറ്റ് രാജിവെച്ചാൽ വൈസ് പ്രസിഡൻറ്റ് പോയി പ്രസിഡൻ്റ് ആവും. അപ്പോൾ ആരാ അവിടെ ഉണ്ടാവുക? അപ്പോൾ നമ്മുടെ രാജ്യസഭയത്തെ സീറ്റ് വേക്കൻ്റ് ആയി കിടക്കും. കാരണം വൈസ് പ്രസിഡൻറ്റ് ഈസ് നൗ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവിടെ ആരുമില്ല. അപ്പോൾ ഡെപ്യൂട്ടി ചെയർമാൻ ഇവിടെ കയറിയിരിക്കും. അതാണ് ഡെപ്യൂട്ടി ചെയർമാൻ്റെ ഒരു ഡ്യൂട്ടി. പിന്നെ ആക്ട് ആസ് എ ചെയർമാൻ. ഓക്കെ, ചെയർമാൻ ആബ്സെൻ്റ് ആണെങ്കിലും ചെയർമാൻ്റെ വേക്കൻ്റ് ആണെങ്കിലും ഒക്കെ ഡെപ്യൂട്ടി ചെയർമാൻ അവിടെ കയറിയിരിക്കും. ഇഫ് ഡെപ്യൂട്ടി ചെയർമാൻ ഈസ് ഓൾസോ ആബ്സെൻ്റ് അല്ലെങ്കിൽ വേക്കൻറ്റ്, അങ്ങനെ ഒരു പോസ്റ്റിൽ ആരും ഇരുത്തിയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു പാനൽ ഉണ്ടാക്കും 10 മെമ്പറിൽ കുറയാതെ. എന്നിട്ട് ആ പാനലിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും രാജ്യസഭയിൽ നിന്ന്. എന്നിട്ട് അവിടെ സ്പീക്കർ ഇരുത്തും. കാരണം ബില്ലൊന്നും മുടങ്ങി പോകാൻ പാടില്ലല്ലോ, ഒരാൾ ആബ്സെൻ്റ് വേക്കൻ്റാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അടുത്തത് സ്പീക്കർ ഓഫ് ലോക്സഭയാണ്. ഈ ആർട്ടിക്കിളും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ 89th ആർട്ടിക്കിൾ. അത് കഴിഞ്ഞ് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ 93rd ആർട്ടിക്കിളാണ്. 4 എണ്ണം ചാടിക്കഴിഞ്ഞാൽ 93rd. ആരാണ്? സ്പീക്കർ ഓഫ് ലോക്സഭ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്സഭ സ്പീക്കറിന് വളരെയധികം പവറുള്ളൊരു പൊസിഷനാണ്. വൈസ് ചെയർമാൻ ഓഫ് രാജ്യസഭ പോലെയല്ല. ഒരു ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു വരുത്താൻ അധികാരം പ്രധാനമന്ത്രിക്കാണ്. പക്ഷേ ജോയിൻറ്റ് സിറ്റിങ്ങിൽ പ്രിസൈഡ് ചെയ്യാൻ ആരാണ്? സ്പീക്കർ ഓഫ് ലോക്സഭയാണ്. സ്പീക്കർ ഓഫ് ലോക്സഭയ്ക്ക് അതുപോലെ പല അധികാരങ്ങളുണ്ട്. ഓക്കെ, സ്പീക്കർ ഓഫ് ലോക്സഭയാണ് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലേ എന്ന് ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ കുറേ അധികാരങ്ങളുണ്ട്. കാരണം നമുക്കറിയാം സ്പീക്കർ ഓഫ് ലോക്സഭ എലക്റ്റഡ് റിപ്രസെൻറ്റേറ്റീവ് ആണ്. ഓക്കെ, ലോക്സഭയിലുള്ളത്. രാജ്യസഭയിലുള്ളത് എലക്റ്റഡ് ആയിട്ടുള്ളതല്ല. വൈസ് പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് എലക്റ്റഡ് ആണ്, പക്ഷേ ഡയറക്റ്റ്ലി പീപ്പിൾ എലക്ട് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ സ്പീക്കർ ഓഫ് ലോക്സഭ കുറച്ചും കൂടി അധികം പവർ. ഇതാണ് GV മാവ്ലങ്കർ, ഇന്ത്യേൻ്റെ ഫസ്റ്റ് സ്പീക്കർ ആയിരുന്നു. GV മാവ്ലങ്കറാണ് ഇന്ത്യേൻ്റെ ഫസ്റ്റ് സ്പീക്കർ. MA അയ്യങ്കറാണ് ഇന്ത്യേൻ്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ കേട്ടോ. രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള നെയിമാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി സ്പീക്കർ ഓഫ് രാജ്യസഭ, സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ലോക്സഭ പറയുന്നതാണ് ആർട്ടിക്കിൾ 93. അത് അവിടെ നിന്ന് തന്നെ ചൂസ് ചെയ്യുന്നതാണ്. ലോക്സഭയിൽ നിന്ന് 2 ആളെ ചൂസ് ചെയ്യും. അവിടുത്തെ ഒരു എലക്ഷൻ പോലെ നടത്തും. അങ്ങനെ ചൂസ് ചെയ്യുന്നതാണ്. എലക്ഷൻ ഡേറ്റ്, സ്പീക്കറിൻ്റെ എലക്ഷൻ ഡേറ്റ് പറയുന്നത് ആരാണ്? അതായത് സ്പീക്കറിനെ എലക്ട് ചെയ്യണമല്ലോ, ആ എലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ഇനി ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെ എലക്ഷൻ ഡേറ്റ് ചെയ്യുന്നത് സ്പീക്കറാണ്. ഓക്കെ, ഓർത്ത് വെച്ചാൽ മതി. 94 എന്താ? റിമൂവൽ, വെക്കേഷൻ, റെസിഗ്നേഷൻ ഓഫ് സ്പീക്കർ ഓർ ഡെപ്യൂട്ടി സ്പീക്കർ. ഓക്കെ, അതാണ് 94. അതായത് ഇതിൽ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. സ്പീക്കർ ഇല്ലെങ്കിൽ ആ സീറ്റിൽ കയറി ഇരിക്കുക ആരാണ്? ഡെപ്യൂട്ടി സ്പീക്കറാണ്. സ്പീക്കറിന് എന്തെങ്കിലും വയ്യാതെ ആയാലോ അല്ലെങ്കിൽ വേക്കൻ്റ് ആയാലോ എന്തെങ്കിലും കാരണത്താൽ ഫസ്റ്റ് മീറ്റിങ്ങിൻ്റെ മുമ്പേ തന്നെ സ്പീക്കറിന് ഇറങ്ങി പോകാൻ പറ്റില്ല. പിന്നെ ലോക്സഭ ഡിസൊല്യൂഷൻ ചെയ്ത സമയത്ത് രാജി പ്രഖ്യാപിക്കാൻ പറ്റില്ല. ഓക്കെ, അത് രണ്ടും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ 93 ഈ ഒരു പോയിൻ്റ് അധികം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അടുത്തത് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടി. അതായത് 95 എന്ന് പറയുന്നത് പവർ ആൻഡ് ഡ്യൂട്ടി ഓഫ് ലോക്സഭ സ്പീക്കറാണ്. ലോക്സഭ സ്പീക്കറിൻ്റെ പവർ ആൻഡ് ഡ്യൂട്ടി, അതായത് എന്താണ് അവരുടെ പവർ,
അവരുടെ ഡ്യൂട്ടി എന്താണ്, അതിലെല്ലാം ഡിസ്കസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ പവർ ആൻഡ് ഡ്യൂട്ടി എന്ന് ഓർത്താൽ മതി. ആബ്സെൻസ്, വെക്കേഷൻ ഒക്കെ സമയത്ത് ആരാണ് ഇരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. 96 എന്താണ്, പ്രിസൈഡ് വൈൽ റിമൂവൽ റെസൊല്യൂഷൻ. ഓക്കെ, 96 എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പീക്കറോ ഡെപ്യൂട്ടി സ്പീക്കറോ അവർക്കെതിരെയുള്ള ഒരു റെസൊല്യൂഷൻ മൂവ് ചെയ്യുമ്പം അവർക്ക് അവിടെ പ്രിസൈഡ് ചെയ്യാൻ പറ്റില്ല, വോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർക്ക് അവിടെ കയറി ഇരിക്കാം, ഇരുന്നിട്ട് എന്ത് ചെയ്യാം, ഇരിക്കാം, അതിൽ പങ്കെടുക്കാം. പക്ഷേ പ്രിസൈഡ് ചെയ്യാനും വോട്ട് ചെയ്യാനും പറ്റില്ല, കാരണം അവർക്കെതിരെയുള്ളൊരു നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പ്രിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നടക്കില്ല. കാരണം എന്താ പറയുക, ഇംബാലൻസ് ആയിട്ടാവും പോവുക. ഓക്കെ, 97 എന്താണ് പറയുന്നത്, സാലറി ഓഫ് എല്ലാവരും സാലറി, ഡെപ്യൂട്ടി ചെയർമാനും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും എല്ലാവരും സാലറി ഡിസ്കസ് ചെയ്യുന്നത് ആർട്ടിക്കിൾ 97 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. ഇനി 98 പറയുന്നത് സെക്രട്ടേറിയറ്റ് ഓഫ് ദി പാർലമെൻറ്റ് സെക്രട്ടേറിയറ്റിലെ ആൾക്കാർ IAS ഓഫീസറിനെ നിയമിക്കുന്നതിനെ കുറിച്ചായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഈ 98 ചോദിക്കാറുണ്ട്. 99 എന്താണ്, ഓത്ത് ഓഫ് ദി മെമ്പർ ഓഫ് എയ്തർ ഹൗസ്. സ്പീക്കറിന് സ്പെഷ്യലായിട്ടൊരു ഓത്തില്ല, പക്ഷേ ഇവരൊക്കെ ആരാണ്, ഇവരൊക്കെ മെമ്പർ ഓഫ് ഹൗസ് ആണ്. അവരുടെ ഓത്തിനെ കുറിച്ച് പറയുന്നതാണ്. എല്ലാ മെമ്പർ ഓഫ് ഹൗസും ഒരു ഓത്ത് എടുക്കണം. ആ ഓത്തിനെ കുറിച്ച് പറയുന്നതാണ് ഏത്, ആർട്ടിക്കിൾ 99 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പ്രൈം മിനിസ്റ്റർ, പ്രസിഡൻറ്റിൻ്റെ ഒക്കെ കാര്യത്തിലൊക്കെ ഓത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഈ 99th ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ MP-മാരും ഓത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആർട്ടിക്കിൾ. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 100th ആർട്ടിക്കിളിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾക്കറിയാം ആർട്ടിക്കിൾ ഇങ്ങനെ കയറുന്തോറും അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഫസ്റ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ വളരെയധികം എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നതാണ്. DPSP പിന്നെ അങ്ങനെ അതിൻ്റെ ഇമ്പോർട്ടൻസ് മെല്ലെ മെല്ലെ കുറഞ്ഞു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ്. പക്ഷേ ഇതൊന്നും വരാം. അപ്പോൾ ആർട്ടിക്കിൾ 100 എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ആർട്ടിക്കിൾ 100 വോട്ടിംഗ് ഇൻ ദ ഹൗസ്, പവർ ഓഫ് ദി ഹൗസ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് വേക്കൻസി, കോറം, അങ്ങനെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 100ൽ ഫസ്റ്റ് എന്താ പറയുന്നത് നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്, വോട്ടിംഗ് ഇൻ ദ ഹൗസ്, അതായത് ഫസ്റ്റ് ഇൻസ്റ്റൻസ് വോട്ടിംഗ് ഉണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റൻസ് വോട്ടിംഗ് എന്താണ്, ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കേണ്ട ഒരു പോർഷനാണ്. കാരണം ഈ പോർഷനിൽ വളരെ കൺഫ്യൂഷൻ വരുന്ന ഒരു സ്ഥലമാണ്. ഇത് അധികം എവിടെയും നമ്മൾ ഡിസ്കസും ചെയ്യാത്ത. ഫസ്റ്റ് ഇൻസ്റ്റൻസ് വോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നു, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ ഒരു ഫണ്ട് അലൊക്കേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്പീക്കർ ഇവിടെ ഇരിക്കും, ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ താഴെ ഇരിക്കും. ഈ ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ വോട്ട് ചെയ്യും. എല്ലാവരും വോട്ട് ചെയ്യുന്നതിനാണ് ആ ഫസ്റ്റ് ഇൻസ്റ്റൻസ് വോട്ടിംഗ് എന്ന് പറയാം. ഫസ്റ്റ് ഇൻസ്റ്റൻസ് വോട്ടിംഗ് 100 മെമ്പറാണുള്ളത് വിചാരിക്കുക. ബാക്കി എല്ലാവരും എന്തിനോ പോയി, ലീവായിരുന്നു. അപ്പോൾ 50-50 വന്നു. ഫസ്റ്റ് ഇൻസ്റ്റൻസ് വോട്ടിങ്ങിൽ തന്നെ ശരിയാവുകയാണ്. ഇപ്പം 60-10 വന്നു. 60 ആൾക്കാർ യെസും 10 ആൾക്കാർ 40 ആൾക്കാർ നോയും പറഞ്ഞു. അപ്പം ഫണ്ട് അലൊക്കേറ്റ് ചെയ്തു. ഇനി ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കുക, 50-50 വന്നു. അതായത് 50 ആൾക്കാർ യെസും 50 ആൾക്കാർ നോയും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക, പകുതി ആൾക്കാർ യെസും പറഞ്ഞു, പകുതി ആൾക്കാർ നോയും പറഞ്ഞു. അപ്പം അവിടെ ഒരു ഡ്രോ വന്നു. ഈ ഡ്രോ വന്നു കഴിഞ്ഞാൽ അവിടെ സ്പീക്കർ ഓഫ് രാജ്യസഭ എന്ത് ചെയ്യും, അവിടെ ഒരു വോട്ട് കാസ്റ്റ് ചെയ്യും. അതാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുക. ഓക്കെ, കാസ്റ്റിംഗ് വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കർ ഓഫ് രാജ്യസഭ ഡ്രോ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു വോട്ട് കാസ്റ്റ് ചെയ്യും. കാരണം അയാളും ഒരു മെമ്പറാണല്ലോ ഹൗസത്തെ. അങ്ങനെ ചെയ്യുന്നതിനാണ് കാസ്റ്റിംഗ് വോട്ട് എന്ന് പറയുക. അതിനൊരു ഇക്വാലിറ്റി വരുത്താൻ വേണ്ടിയിട്ട്. അടുത്തത് പറയുന്നത് എന്താ, കോറമാണ്. കോറം എന്ന് പറഞ്ഞാൽ എന്താണ്, കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം എത്ര ആൾക്കാർ വേണം, ഒരു കാര്യം തീരുമാനിക്കാനുള്ള മിനിമം എത്ര ആൾക്കാർ വേണം, 1/10 ആൾക്കാർ വേണം എന്നാണ് പറയുന്നത്. ഇപ്പം രാജ്യസഭയിലാണെങ്കിൽ 250 ആൾക്കാരാണ് രാജ്യസഭയിലുള്ളത്. അപ്പോൾ ഒരു കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 എത്രയാണ്, 25 ആൾക്കാർ. ഓക്കെ, അതാണ് ഒരു കോറം. അതിൻ്റെ താഴെ ഉണ്ടെങ്കിൽ, കോറത്തിന് താഴെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രിസൈഡിങ് ഓഫീസറായിട്ടുള്ള ചെയർമാനോ ആരാണ്, സ്പീക്കറോ ആരാണ്, ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ് അവിടെ കയറിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്യാൻസൽ ചെയ്യും. ഇന്ന് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്, ഇന്ന് പരിപാടി ഇല്ല, ഇന്ന് മീറ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നോക്കും. പിന്നെ അടുത്തത് എന്താണ് പറയുന്നത്, അഡ്ജോൺമെൻ്റ് ആണ് പറയുന്നത്. അഡ്ജോൺമെൻറ്റ്, വോട്ടിംഗ് ഇൻ ദ ഹൗസ്, പവർ ഓഫ് ദ ഹൗസ് ടു ആക്ട് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് വേക്കൻസി. ഹൗസ് വേക്കൻസി ഇല്ലാത്ത സമയത്ത് എടുത്തു വെക്കാനും കോറം. ഇതൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ, 100ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ആക്ച്വലി പാർലമെൻറ്റിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി വരുന്നത് പാർലമെൻറ്റിനെ കുറിച്ച് കുറച്ച് ആർട്ടിക്കിൾസും കൂടി ഉണ്ട്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല.
ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കുറച്ച് ആർട്ടിക്കിളേ ഉള്ളൂ. അത് കൂടാതെ വേറൊരു ടോപ്പിക്കും കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടാണ്. ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ഹവർ എന്താണ്, പിന്നെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ എന്താണ്, അതായത് എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാൻ പറ്റുക, സ്റ്റാർഡ് ക്വസ്റ്റ്യൻ, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ, ഷോർട്ട് നോട്ടീസ് ക്വസ്റ്റ്യൻ, പ്രൈവറ്റ് മെമ്പേഴ്സിന് ഏതാ ചോദിക്കാൻ പറ്റുക, അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മളിപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 100 ആർട്ടിക്കിൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈ 100 ആർട്ടിക്കിളും നമ്മൾ ഓരോരോ വീഡിയോയിൽ പരിമിതമായിട്ട് മാക്സിമം 30 മിനിറ്റ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല. ഈ 30 മിനിറ്റിൻ്റെ ഉള്ളിലാണ് എല്ലാ വീഡിയോയും മാക്സിമം ചെയ്യാൻ നോക്കിയത്, 20 മിനിറ്റ് 30 മിനിറ്റ്. അപ്പം ഈ ഒരു എല്ലാ വീഡിയോയിലും ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫോർമേഷൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, യൂണിയൻ ടെറിട്ടറി, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഷെഡ്യൂൾസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. DPSP അങ്ങനെ എല്ലാ ടോപ്പിക്കും നമ്മൾ കോംപ്രിഹെൻസീവായിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട്. നമ്മളിപ്പം 100th ആർട്ടിക്കിളിൽ എത്തിയിരിക്കുകയാണ് പൊളിറ്റീൻ്റെ. ഇനി നമുക്ക് കുറച്ച് ആർട്ടിക്കിളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാർലമെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് കഴിയും. പിന്നെ നമുക്ക് ബില്ല്, നിയമസഭ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്ന ബില്ല് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോർട്ടിലേക്കും ഇതിലേക്കൊക്കെ പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക്കായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഇതൊക്കെ കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കൊക്കെ നല്ല പോലെ മനസ്സിലാകും. ഓക്കെ.